Hi friends, Assalamu alaikum. Welcome back to Jashi's Cookbook. Jashi's Cookbookിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മട്ടൻ കബ്സയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുന്നേ സബോളയും മസാലയും ഒന്നും വഴറ്റാതെ ഈസി ആയിട്ട് ദം ചെയ്തുണ്ടാക്കുന്ന ചിക്കൻ കബ്സയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് പെരുന്നാളിന് ഉണ്ടാക്കിയതാണ്. ഗസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് 2 കിലോ മട്ടൺ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 6 സബോള ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഗാർണിഷിങ്ങിന് കൂടെ ആണ് കേട്ടോ. നമുക്കൊരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ചൂടായാൽ സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സബോള മുഴുവൻ ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ച് ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കബ്സ വെക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ ചെമ്പ് ചൂടാക്കി അതിലേക്ക് സബോള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ് ഒഴിച്ച് ചൂടായാൽ 2 കുടം വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ല് മാറിയാൽ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നമുക്ക് മട്ടൺ വെള്ളം തീരെ ചേർക്കാതെ തന്നെ ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കണം. മട്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമെല്ലാം നന്നായി വറ്റി ഡ്രൈ ആയി വരണം. എന്നിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു 75% മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അറബിക് മിക്സ് മസാല ചേർത്ത് കൊടുക്കാം. എൻ്റെ എല്ലാ അറബിക് റൈസിൻ്റെയും റെസിപ്പികളിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു പൗഡർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ഏത് പൗഡറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അറബിക് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൗഡറുകൾ പലതും കബ്സ പൗഡർ അല്ലെങ്കിൽ മന്തി മസാല പൗഡർ എന്നൊക്കെയുള്ള പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ അറബിക് മിക്സ് മസാല പൗഡർ എന്ന പേരിലുള്ള പൗഡർ അല്ലെങ്കിൽ ഇതിൽ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഉള്ള പൗഡർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത് ഏത് അറബിക് റൈസ് ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 6-7 വലിയ പച്ചമുളക് പകുതി വരെ നടുകീറിയതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും മുന്തിരിയിൽ നിന്ന് പകുതിയും ചേർത്ത് കൊടുക്കാം. അത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 3 വലിയ തക്കാളി മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണങ്ങിയ നാരങ്ങ 2 മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കിലോ മട്ടനിലേക്ക് 6 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 6 കപ്പ് അരി വേവിക്കാൻ 9 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് 6 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളത്തിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചാൽ നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ സെല്ല റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ അറബിക് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സെല്ല റൈസ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. മട്ടനും റൈസെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
റൈസിലെ വെള്ളമെല്ലാം പകുതിയോളം വറ്റി റൈസ് ഒരു 1/4 വേവായാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മൂടി തുറന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ റൈസ് മാത്രം ആദ്യം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് മട്ടൺ വെച്ചത്. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സബോളയും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തു. ചോറ് മിക്സ് ആക്കുന്നതും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നതും ഒക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മട്ടൺ കപ്സ ഇവിടെ റെഡി. പലതരം വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.